Scan. 912 ambulance, 75-year-old male. Hello, welcome back to Pocket. നമ്മുടെ കൂടുന്നതേ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയ 450 ഷെർപ്പ എന്നും കൂടി ഇതിനൊരു പേരുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു നായകൻ എന്ന് പറയാനുള്ളത് നമ്മളുടെ ഇവൻ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇവൻ്റെ ഹാർട്ടിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എൻജിൻ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 452cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ 4 വാൾവ് എൻജിനാണ് ഇതിൽ വരുന്നത്. ദാറ്റ് മീൻസ് ഇവനെ നിങ്ങൾക്ക് സമാധാനമായിട്ട് കൊണ്ടുനടക്കണോ? യെസ്, നിങ്ങൾക്ക് സമാധാനമായിട്ട് കൊണ്ടു നടക്കാം. അതല്ല, നിങ്ങൾക്ക് ഇവനൊരു മോൺസ്റ്റർ ഫീൽഡിൽ തന്നെ കൊണ്ടു നടക്കണോ? യെസ്, ഹീ ക്യാൻ. നിങ്ങൾക്ക് മോൺസ്റ്ററിൻ്റെ അങ്ങേയറ്റം തന്നെ ഈ ഒരു വണ്ടിനെ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എൻജിൻ അതായത് ഈ ഒരു റോയൽ എൻഫീൽഡ് ഈ ഒരു എൻജിൻ പണിത് വെച്ചേക്കുന്നത് നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു എൻജിൻ പണിത് വെച്ചേക്കുന്നത്. അത് എടുത്ത് പറയാനുള്ളതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ, 40 bhp at 8000 rpm ഇതിൻ്റെ ഒരു പവർ വരുന്നത്. ഇതിൻ്റെ വേറൊരു വശം എടുത്ത് നോക്കുമ്പോൾ 40 Nm ടോർക്ക് അറ്റ് 5500 rpm വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എൻജിനാണെന്ന് പറയാനുള്ള എൻ്റെ മെയിൻ റീസൺ. കാരണം 40 bhp 40 Nm ടോർക്ക്, അത് ശരിക്കും ഞാൻ ഇത് ഓടിച്ചിട്ട് കിട്ടിയൊരു ഫീലിൽ പറഞ്ഞതാണ്. ഭയങ്കര ഫണ്ണാണ് ഇത് ഓടിക്കാനായിട്ട്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടിയും വെച്ച് നോക്കുമ്പോൾ അവർ ഈ ഒരു എൻജിനെ അവർ പണിത് വെച്ചേക്കുന്നത് അതിഭീകരമായിട്ട് തന്നെയാണ് ഇതിനെ പണിത് വെച്ചേക്കുന്നത്. അതായത് ഇതൊരു ബോംബ് തന്നെയാണ്. ഈ ബോംബിനെ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ക്യാരക്ടർ പോലെ ഇരിക്കും. ഇവൻ ഏത് ക്യാരക്ടറിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ചേഞ്ച് ആവാൻ ഇവൻ റെഡിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. ഇവനെ നിങ്ങൾക്ക് സമാധാനമായിട്ട് കൊണ്ടുനടക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബോംബ് നിങ്ങൾക്ക് പൊട്ടിക്കേണ്ട കൊടുത്തിട്ടിട്ട് പൊട്ടിച്ച് തന്നെ കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഭീകര സ്വഭാവമുള്ളൊരു എൻജിൻ തന്നെയാണ് നമ്മൾക്ക് റോയൽ എൻഫീൽഡ് ഗിഫ്റ്റ് ചെയ്തിരിക്കണമെന്ന് തന്നെ പറയാൻ പറ്റും. എൻജിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ പഴയ ഹിമാലയയിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് അല്ല നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഇതിലൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ദാറ്റ് മീൻസ് ഒന്നുകൂടി നമുക്ക് ടോപ്പ് എൻഡും റിഫൈൻമെൻറ്റും ഒന്നുകൂടിയും ഈ ഒരു വണ്ടിയിൽ കൂടിയിരിക്കുകയാണ്. ഇതിൽ വൈബ്രേഷൻസ് നമ്മളെ പഴയ ഹിമാലയനെ സംബന്ധിച്ച് ഭയങ്കര കുറവാണ്. ലൈക്ക് ഇപ്പം എന്താ പറയുക, മിററിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും ഫുഡ് പെഗിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വൈബ്രേഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറയണത്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് വളരെ വളരെ വളരെയധികം കുറവാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യണത്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ വീലിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ 21 ഇഞ്ച് ഫ്രണ്ട് വീലും അതേപോലെ തന്നെ റിയറിൽ നമുക്ക് 17 ഇഞ്ചാണ് ഇതിൻ്റെ റിയർ വീലും വരുന്നത്. അപ്പോൾ നമ്മളുടെ വീലിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഡിസ്കിൻ്റെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 320 mm ഹൈഡ്രോളിക് ഡിസ്ക്കാണ് നമുക്ക് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ് ഇതിൽ വരുന്നത്. സ്വിച്ചബിളും കൂടിയാണ്. ബാക്ക് സൈഡിലത്തെ ഡിസ്കിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 270 mm ഹൈഡ്രോളിക് ഡിസ്ക് തന്നെയാണ് ബാക്ക് സൈഡിലും വരുന്നത്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവന് 2 മുഖമുണ്ട് ഈ ഒരു ഡിസ്കിന്. അതായത് നമ്മളിപ്പോൾ ABSലിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഓക്കെ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫേർട്ട് തരുന്നുണ്ട്. എന്നാൽ ഇവന് വേറൊരു മുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. റിയർ വീലിലത്തെ ABS നമ്മൾ ഓഫ് ചെയ്തിടുമ്പോൾ ബ്രേക്ക് ബൈറ്റ് കൂടുതലാണ്. അതിപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും, ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ചിരിക്കും. ഇച്ചിരി ബ്രേക്ക് ബൈറ്റ് കൂടുതൽ തന്നെയാണ് ഇതിൻ്റെ റിയറിലേക്ക് എടുത്ത് നോക്കുമ്പോൾ. ഈ വീലിനെയും ഡിസ്കിനൊക്കെ ലിങ്ക് ചെയ്തിരിക്കണം. ഇതിൻ്റെ സസ്പെൻഷൻ്റെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ 43 mm അപ്സൈഡ് ഡൗൺ ഫോക്കാണ് വരുന്നത്. 200 mm ആണ് ഇതിൻ്റെ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. ബാക്ക് സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 mm ട്രാവൽ വരുന്നത് തന്നെ ലിങ്കേജ് ടൈപ്പ് മോണോഷോക്കാണ് ബാക്ക് സൈഡിലത്തെ സസ്പെൻഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഒറ്റ വാക്കിൽ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചിട്ട് പറയാം, അടിപൊളി, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യില്ല. ഇതിപ്പോൾ ഓടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി ഓടിച്ച് എന്താണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഫീൽ എന്നുള്ളത് ജസ്റ്റ് അറിയുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രക്കും അടിപൊളി സസ്പെൻഷൻ തന്നെയാണ് ഇവർ ഇതിൽ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുത്തടുത്ത് നോക്കേണ്ടത് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 230 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു ഹിമാലയ 450ക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പോൾ സീറ്റിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അടിപൊളിയാണ്, നല്ല കുഷ്യൻ്റെ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. ഇവിടേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടേക്ക് ഓക്കെ കുറച്ച് ഷാർപ്പ് പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് എടുത്ത് വരുമ്പോൾ ഇതിങ്ങനെ വൈഡായി വരും. ബാക്കിലത്തെ സീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടാണ്. പിന്നെ ഇതേ നമുക്കിവിടെ ലഗേജൊക്കെ വെക്കാനായിട്ടുള്ള ഗാർഡ് ഇതേ ഇവിടെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സീറ്റ് ഹൈറ്റ് കുറവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിട്ട് കൂടിയൊരു സീറ്റാണ്. അപ്പോൾ കുറച്ച് കയറി ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം. ദെൻ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 825 mm to 845 mm ആണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 825 mm to 845. വേറൊരു പ്രത്യേകമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അതിനേലും ആ ഒരു 825 mm സീറ്റ് ഹൈറ്റ് പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ 805 mm വരെ ഈ ഒരു സീറ്റ് ഹൈറ്റ് നമുക്ക് ലോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ, അതായത് ഈ നമ്മളുടെ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 805 ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയുമ്പോൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ 2 കാലും പ്ലാന്റഡ് ഫുട്ടാണ്. ഇപ്പോൾ ഒരു 5'5" ഹൈറ്റുള്ള ഒരാളെ സംബന്ധിച്ച് 805 mm കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്യാനായിട്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു കർബ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 196 ആണ്. സിംഗിൾ സിലിണ്ടർ ബാക്കിയുള്ള വണ്ടികളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് 196 kg എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റുള്ളൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ KTM അഡ്വഞ്ചർ 390 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്തിരുന്ന് ഓടിക്കുന്ന പോലെയാണ്. അതുപോലെ തന്നെ എക്സ്പൾസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു കുതിരയുടെ പുറത്ത് ഇരുന്ന് ഓടിക്കുന്ന പോലെയാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു വണ്ടിയിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കൂടി ഈ ഒരു വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് കുറച്ച് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും കൂടി കംഫർട്ടായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉള്ളിലിരുന്ന് ഓടിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും കൺവേർട്ട് ചെയ്ത് നമുക്ക് ഓടിക്കാം. അതല്ല നിങ്ങൾക്കൊരു ഈ ഒരു വണ്ടിയുടെ പുറത്തിരുന്ന് ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 845 mm ഈ ഒരു വണ്ടിനെ കൺവേർട്ട് ചെയ്ത് സീറ്റ് ഹൈറ്റ് കൂട്ടി വെച്ചാൽ മതി. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ഒരു വണ്ടിക്ക് 2 സ്വഭാവമുള്ള പോലെയാണ്. നമുക്കിതിനെ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്യൂട്ടബിൾ ആക്കിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു വണ്ടിനെ കൊണ്ട് നടക്കാമെന്നുള്ളൊരു രീതിയിലാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വണ്ടിനെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 17 ലിറ്റർ ഫ്യൂവൽ ടാങ്കാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മീറ്റർ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മീറ്റർ ഹിമാലയൻ ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഹിമാലയൻ എന്ന് വരും. പിന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടാക്കോമീറ്റർ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മീറ്ററിൽ അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ടൈം ആവട്ടെ, ട്രിപ്പ് ആവട്ടെ, ഓഡോമീറ്റർ, ട്രിപ്പ് ഇടണമെങ്കിൽ ട്രിപ്പ് ഇടാം. അതുപോലെ തന്നെ എത്രാമത്തെ ഗിയറിലാണ് വണ്ടി ഇപ്പോൾ എടുക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാണിക്കും. ഒരുപാട് വാർണിങ്സ് ഉണ്ട്. എഞ്ചിൻ്റെ വാർണിങ്സ്, ലോ ഫ്യൂലിൻ്റെ വാർണിങ്സ്, ABSൻ്റെ വാർണിങ്, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മീറ്റർ തന്നെയാണ് ഹിമാലയ ഇതിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മീറ്ററാണ് കേട്ടോ അത്. ഇനി ഇതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നാവിഗേഷൻ വന്നിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ഈ ഒരു മീറ്ററിനെ ഹാഫായിട്ട് ഇവർ ഭാഗിക്കും. അപ്പോൾ ഹാഫായിട്ട് ഭാഗിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ഫോണിലൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ നാവിഗേഷൻ കാണാൻ വേണ്ടി പറ്റും. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ അത് കാണാനായിട്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ ഒരു മീറ്ററിൽ നാവിഗേഷൻ കൊടുക്കുന്നത്. ഈ ഒരു മീറ്ററിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നാവിഗേഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിലും കൂടി നാവിഗേഷൻ ഓൺ ആയിരിക്കണം. വരും കാലങ്ങളിൽ മാറുന്നു വിചാരിക്കാം. അത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. അതുപോലെ നമുക്കിത് കിൽ സ്വിച്ച് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു സ്വിച്ചും കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഇവിടെ മീറ്ററിൽ നോക്കിയാൽ കാണാം പെർഫോമൻസ് ABS ഓൺ.
അത് തന്നെ നമ്മൾ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ പെർഫോമൻസ് റിയർ എ ബി എസ് ഓഫ് എന്നും കൂടി നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എ ബി എസ് ഓൺ ചെയ്തിടാം. എന്തായാലും അടിപൊളിയായിട്ടാണ് ഇവരിത് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നുകൂടി ഈസിയാണ്. നമ്മൾ ബാക്കിയുള്ള വണ്ടികളിലൊക്കെ കാണാം, ചില വണ്ടികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മീറ്ററിലേക്ക് നമ്മൾ എത്തിപ്പിടിച്ച് നമ്മൾ ഊന്നി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടെ ഒക്കെ പോയിട്ട് ഓഫ് ചെയ്യലും ഓൺ ചെയ്യലും, അങ്ങനെ ചില വണ്ടികളിൽ നമുക്ക് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടാകും. ഇതൊന്നും കൂടിയും കംഫർട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വേറെ വണ്ടികൾക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അതിൽ കഷ്ടപ്പെട്ട് ആ ഒരു എ ബി എസിൻ്റെ ഒരു സെക്ഷൻ ഓഫ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ വേറൊരു സെറ്റിങ്സിൽ പോയി അതിൻ്റെ എ ബി എസ് സെലക്ട് ചെയ്ത് എ ബി എസ് ഓൺ ഓഫ് നമ്മൾ മാറ്റിയിട്ട് കൊടുത്ത് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടിയും ടൈം എടുക്കും. ഇത് ഒന്നും കൂടിയും ഈസിയാണ്. ജസ്റ്റ് അമർത്തുന്നു, ഓഫ് ചെയ്തു, ഓൺ ചെയ്തു, ഈസി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലൈറ്റിൻ്റെ സെക്ഷൻ കാണാൻ വേണ്ടി പറ്റും, ഡിമ്മ്, ബ്രൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ പാസിൻ്റെ ഒരു സെക്ഷനും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നോർമലി കണ്ടുവരുന്ന ഒരു ഇൻഡിക്കേറ്റർ, പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ സ്വന്തം ഹോൺ. ഈ ഒരു കിൽ സ്വിച്ചിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ചും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതേ സെയിം സെക്ഷനിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ ഒരു ഡിസ്പ്ലേ വേറെ ഏതെങ്കിലും ഒരു സ്ക്രീനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് ഈ ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഹസാർഡ് ഇട്ട് കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ വണ്ടിനെയും കാട്ടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും ടെയിലും ഒന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഇൻഡിക്കേറ്റർ കത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ടെയിൽ ലൈറ്റ്. അതായത് ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്ററും കൂടി ഒരുമിച്ച് വന്നപ്പോൾ എനിക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ്സിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഹെഡ് ലൈറ്റ് ആവട്ടെ ഇൻഡിക്കേറ്റർ ആവട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു വിസിബിലിറ്റി എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇവൻ്റെ ആ ഒരു ഗർജനം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര കുഞ്ഞ് എക്സോസ്റ്റ്, അതായത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ച് വെച്ച പോലെയൊക്കെ തോന്നും. അപ്പോൾ സാറന്മാരെ ഇത് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് അല്ല, ഇത് നമ്മളുടെ റോയൽ എൻഫീൽഡ് ഗിഫ്റ്റ് ചെയ്യുന്ന എക്സോസ്റ്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് അതിൽ നിന്ന് ഇൻപുട്ട് ചെയ്യണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് എന്ന് പറയാനുണ്ടെങ്കിൽ. എന്താണ് 40 bhp 40 Nm ടോർക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ മുകളിലേക്ക് ഞാൻ കയറിയിരിക്കാം. എനിക്ക് ഈ ഒരു വണ്ടി പ്ലാന്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 200 kg പേഴ്സണലി എനിക്ക് ഈ ഒരു വണ്ടി അത്രക്ക് ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. ഈ ഒരു വണ്ടി എനിക്കിതിൽ ചെറുതായിട്ടൊരു അനോയിങ് ആയിട്ട് ഫീൽ ചെയ്ത ഈ ഒരു ഫുഡ് ട്രസ്റ്റ് ആണ്. അതിനെ ഒന്നുകൂടി കംഫർട്ടായിട്ടൊന്ന് ബാക്കിലേക്ക് വെക്കാൻ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ടിലും തടയും, ഇതന്നെ ഫ്രണ്ടിലേക്ക് വെക്കാൻ നോക്കിയാൽ ബാക്കിലും തടയും. അതൊരു ചെറുതായിട്ട് എന്തോ ഒരു ഡിസോർഡർ ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹിമാലയൻ, വാവ്. അപ്പോൾ നമുക്ക് ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ഹൈവേ ഉണ്ട്. ആ ഹൈവേ കയറിയിട്ട് എന്താണ് ഇവൻ്റെ ക്യാരക്ടർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മളുടെ കേരളത്തിൽ ഇറങ്ങിയ ഫസ്റ്റത്തെ 10 വണ്ടികളിൽ ഒരു വണ്ടിയാണ് ഈ ഒരു ഹിമാലയ 450 എന്ന് പറയാനുണ്ടെങ്കിൽ. അപ്പോൾ ഈ വണ്ടി എനിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണല്ലേ, ഈ വണ്ടി എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ആളുടെ പേര് സാലി എന്ന് പറയും.
മുന്നം സാലി യൂസ് ചെയ്തിരുന്ന വണ്ടി എന്ന് പറയുമ്പോൾ എക്സ്പൾസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഓഫ് റോഡിങ് മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. എക്സ്പൾസിൽ നിന്ന് സാലി അപ്ഗ്രേഡ് ചെയ്ത് ഈ ഹിമാലയ 450 ആയിരുന്നു. സാലിക്ക് ഹൈവേയിൽ ഇതിൻ്റെ മൈലേജ് കിട്ടണമെന്ന് പറയുമ്പോൾ ഈ 25 ഒക്കെ ഹൈവേയിൽ മൈലേജ് കിട്ടേണ്ടെന്നാണ് പറഞ്ഞത്. അത് തന്നെ സിറ്റിയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു 20 to 23 ആണ് ഇതിന് സിറ്റിയിലേക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സിംപിളി നമുക്ക് ചിന്തിക്കാം, ഡിപ്പെൻഡ്സ് ഓൺ ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈവേ കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ ഒരു മോൺസ്റ്റർ ഫീൽ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു മോൺസ്റ്റർ ഫീൽ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആക്ച്വലി ഐ കാൺ ബിലീവ് ഇതൊരു റോയൽ എൻഫീൽഡിൻ്റെ വിഷയം തന്നെയാണോ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അതിമാരകം തന്നെ, അതിമാരകം എന്ന് പറഞ്ഞാൽ അതിമാരക പവർ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നല്ല റിഫൈൻമെൻ്റ് ആണ് വണ്ടി. പണ്ടത്തെ റോയൽ എൻഫീൽഡിൽ കാണുന്ന പോലെയുള്ള എന്താ പറയുക, ആ ഒരു വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഇതിൽ ഫീൽ ചെയ്യുന്നത്. വൈബ്രേഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. അത് ഈ കാണുന്ന ഈ മിററിൽ, ഈ മിറേഴ്സിൽ, അതുപോലെ തന്നെ ഫുഡ് പെഗിൽ നോർമലി നമുക്ക് വണ്ടികളിൽ കാണപ്പെടുന്ന ഒരു വൈബ്രേഷൻസിൽ ഒരു പൊടിക്ക് കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ. ഹിമാലയ ഷിർപ്പ 450 ഈ ഒരു വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ പറയില്ലേ കാട്ടിലെ രാജാവ് സിംഹം എന്നൊക്കെ പറയണ പോലെ, സിംഗിൾ സിലിണ്ടർ അഡ്വഞ്ചർ 450cc വെച്ചിട്ട് നമ്മളുടെ KTM 390 ഒരു ലയനാണെങ്കിൽ, ഒരു സിംഹമാണെങ്കിൽ, ഈ കാണുന്ന ഈ ഹിമാലയ 450 ഷിർപ്പ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ടൈഗർ. കാരണം അത്രക്കും അതിമാരക ടോർക്കാണ് ഇതിൽ നമുക്ക് ഫീൽ ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 40 bhp 40 Nm ടോർക്ക്. എന്താണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്നുള്ളത് നമുക്കത് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. യെസ്, കം ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോൺസ്റ്റർ ഫീലാണ് കണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ലോ ആൻഡ് ടോർക്കിൽ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും. 6th ഗിയറിൽ എനിക്കിപ്പോൾ യാതൊരുവിധ അനോയിങ് ആയിട്ടുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യണില്ല. ഈ ഒരു 47-46 സ്പീഡിൽ ഞാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും വേറെ യാതൊരുവിധ എനിക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. ഈ ലിങ്കേജ് ടൈപ്പ് മോണോഷോക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടിയും ഈ ഓഫ് റോഡ് ടെറൈനിൽ ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇതിൻ്റെ വെയിറ്റ് ഒന്നുകൂടി നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് ഈ ഒരു ഹാൻഡിലേക്ക് നമുക്ക് തരില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഓഫ് റോഡ് എടുക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 40 Nm ടോർക്ക് തന്നെ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ 37 Nm ടോർക്കാണ് അഡ്വഞ്ചർ 390ക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊരു 3 bhp കൂടുതലാണ്. അത് ഈ ഒരു വണ്ടിയിൽ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ആവട്ടെ, സെക്കൻഡ് ഗിയർ ആവട്ടെ, തേർഡ് ഗിയർ ആവട്ടെ, സെക്കൻഡ് ഗിയറൊക്കെ വെറുതെ കിടന്ന് ഇങ്ങനെ നീലടിച്ച് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫീലാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ. അഡ്വഞ്ചർ 390നെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഒരു 130 ക്രൂസ് ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു 140 ക്രൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു എഫേർട്ട് ആ ഒരു വണ്ടിയുമേ അറിയില്ല. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിലും നമുക്ക് എഫേർട്ട് ഫീൽ ചെയ്യണില്ല. 196 kg എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നല്ല. അതായത് എനിക്ക് സിമ്പിളായിട്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ഇങ്ങനെ എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വണ്ടി. ചിലർക്ക് ഈ ഒരു വണ്ടിയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് ആ ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ റോയൽ എൻഫീൽഡിൻ്റെ ഇത്രയും വെയിറ്റുള്ള വണ്ടിയൊന്നും എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കണവരാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ആദ്യം ഇതൊന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. വൺസ് അഗൈൻ ഐ റിപ്പീറ്റഡ്, നിങ്ങൾ ഈ ഒരു വണ്ടി ആദ്യം പോയി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക.
എന്നിട്ടൊരു തീരുമാനത്തേക്ക് എത്തുക. ഓഫ്കോഴ്സ് ഒരു 80% ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ആർക്കൊക്കെ എടുക്കാൻ പറ്റും, ആർക്കൊക്കെ സ്യൂട്ടാവും എന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ദെൻ ഇത്രയുമൊക്കെയാണ് നമ്മളുടെ ഹിമാലയ 450 ഷിർപ്പയുടെ വിശേഷങ്ങൾ.